ഇപ്പൊ അങ്കമാലി ഡയറീസ് നോക്കുകയാണെങ്കിൽ തന്നെ ഒരു അവിടെ ഉണ്ടല്ലോ ഒരു കുട്ടികളുടെ ഇടയിൽ ഒരു ഡിസ്ക്രിമിനേഷൻ കാര്യങ്ങളൊക്കെ. അത് എനിക്ക് തോന്നുന്നു ഒരു ബോധപൂർവം തന്നെ ഇട്ടതായിരിക്കാം. വീട്ടിൽ നിന്ന് തന്നെ നമ്മള് ഇപ്പൊ റീമിയൊക്കെ പറഞ്ഞ മാതിരി വറുത്ത മീനിന്റെ കഷ്ണം പറയുമ്പോൾ ആളുകൾക്ക് ചിരിയ വരുന്നത്. ആ ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്നത് അത്രയ്ക്കും നമ്മൾ നോർമലൈസ് ചെയ്ത ഒരു സ്പേസിലാണ് ജീവിക്കുന്നത്. അത് വീടിനകത്ത് അങ്ങനെ ഉണ്ട് എന്നുള്ളത് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അപ്പം ഞാനത് ചെയ്തപ്പോഴും എന്നോട് ചോദിച്ചു, അയ്യോ നിങ്ങളെപ്പോലെയുള്ള ഒരാൾ അത് തിരുത്തണ്ടേ? ഞാൻ പറഞ്ഞു അതിൻ്റെ കാര്യമില്ല, നോർമലി അത് അങ്ങനെയാണല്ലോ. നമ്മൾ പെൺകുട്ടികളെ അങ്ങനെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യുന്നുണ്ടോ? പക്ഷെ നമുക്കത് ഒരു പുട്ടിന്റെ കാര്യത്തിൽ പോലും അത് പറഞ്ഞപ്പോഴാണ് അവർ പുട്ടിന്റെ കാര്യത്തിൽ പപ്പടം കൊടുക്കുന്നതിലും മീൻ വറുത്തത് കൊടുക്കുന്നതിലൊക്കെ സ്പെഷ്യൽ കഷ്ണങ്ങൾ. ഇനിയിപ്പോ ആണുങ്ങൾക്ക് കൊടുക്കാൻ പപ്പടം കഴിഞ്ഞു കഴിഞ്ഞാൽ വേറെ പിന്നെ അയ്യോ മോൾക്ക് കൊടുത്തില്ല എന്ന് പറഞ്ഞിട്ട് ഒരു അമ്മി വറുത്ത് തരാറില്ല. അത് കഴിഞ്ഞു അച്ഛനും ചേട്ടനും കഴിച്ചു എന്നേ പറയുള്ളൂ. അല്ലെ, നമ്മൾ അത്രയും നോർമലൈസ് ചെയ്തൊരു സ്പേസിലാണ് ആ ഡിസ്ക്രിമിനേഷൻ അനുഭവിക്കുന്നത്. അത് ഞാൻ ഒരു സിനിമയിൽ കണ്ടപ്പോൾ അതൊരു പ്രശ്നമാകുന്നുണ്ടെങ്കിൽ നല്ല കാര്യമല്ലേ? അപ്പൊ ചിലപ്പോ ഡയറക്ടർ അല്ലെങ്കിൽ അത് എഴുതിയാളത് ബോധപൂർവം തന്നെ ചെയ്തതായിരിക്കും. അങ്ങനെ ഒരു തോട്ട് കൊടുക്കാൻ പറ്റിയെങ്കിൽ അത് നല്ല കാര്യമാണ്. അപ്പൊ ഞാനായിട്ട് അവിടെ കയറിയിട്ട് അങ്ങനെ പറ്റൂല, അങ്ങനെയല്ലല്ലോ നമ്മൾ ഫെമിനിസത്തെ കാണേണ്ടത്. ഈ ഡിസ്ക്രിമിനേഷൻ ഉണ്ട്, അത് പ്രാക്ടീസ് ചെയ്യുന്ന സ്ത്രീകളും ഉണ്ട്, വളരെ ബോധപൂർവം അല്ലാതെ തന്നെ പ്രാക്ടീസ് ചെയ്യുന്ന അമ്മയും പെൺമക്കളൊക്കെ ഉണ്ട്. അത് പറയുന്നതുകൊണ്ട് എന്താ കുഴപ്പം? അങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്ന സ്ത്രീകൾ കൂടുതലുള്ളതുകൊണ്ടാണ് പാട്രിയാർക്കി നിൽക്കുന്നത്. പാട്രിയാർക്കിയുടെ മാനേജേഴ്സ് ഏറ്റവും നല്ല മാനേജേഴ്സ് സ്ത്രീകളാണ്. അപ്പൊ അത് പറയുന്നതുകൊണ്ട് എന്താ കുഴപ്പം?